അബോർഷൻ ഉണ്ടായാൽ അതിൻ്റെ ഒരു കാരണം, പല കാരണങ്ങളുണ്ട്. ഒരു കാരണം യൂട്രസിലുള്ള ഭിത്തിയായിരിക്കാം. അപ്പോൾ ഈ ഭിത്തി ഉണ്ടെങ്കിൽ ഈ ഭിത്തി ഭ്രൂണം പറ്റിപ്പിടിച്ച് വളർന്നാൽ അവിടെ ശരിക്കുള്ള വാസ്കുലാരിറ്റി കിട്ടാതെ അബോർഷനാകാം. അതുപോലെ തന്നെ കുഞ്ഞെല്ലാം നോർമലാണ്, പെട്ടെന്ന് അബോർഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിലും യൂട്രസിൽ ഭിത്തി ഒരു കാരണമാണ്. ഇത് ഉണ്ടെന്ന് നമുക്ക് 3D അൾട്രാസൗണ്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അബോർഷൻ ഉണ്ടായിട്ടുള്ള എല്ലാവരും ഒരു 3D അൾട്രാസൗണ്ട് നമ്മൾ ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്രസിലേക്ക് ഒരു ട്യൂബ് എടുത്ത് ആ ഭിത്തി ഡിവൈഡ് ചെയ്യുന്ന വഴി നമുക്ക് അവർക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ആ ഭിത്തി ഡിവൈഡ് ചെയ്താൽ പ്രോബ്ലം വരത്തില്ലെന്ന് ചോദിക്കാറുണ്ടില്ല, പേടിക്കേണ്ട പ്രോബ്ലം ഇല്ല. അത് ഈ ഭ്രൂണം ഈ ഭിത്തി പരിപിടിച്ച് വളർന്നാലും ഈ ഭിത്തിയിൽ നമ്മൾ യൂട്രസിനുള്ളിൽ ഭിത്തി ഉണ്ടെങ്കിൽ ഒരു മുറിക്കുള്ളിൽ നമ്മളൊരു ഡിവൈഡ് ചെയ്യുന്ന സ്പേസ് നമ്മൾ മുറിയുടെ നടുക്കൂടെ നമ്മളൊരു ഭിത്തി കിട്ടുന്ന പോലെയാണ്. അപ്പോൾ ആ ഭിത്തി ഉണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ സ്പേസ് കുറയും. എന്ന് പറഞ്ഞാൽ കുഞ്ഞ് വളരുമ്പോൾ കുഞ്ഞിന് വിടാനുള്ള സ്പേസ് ഇല്ലാതെ വരികയും അബോർഷനാകുകയും ചെയ്യും. അതുകൊണ്ട് അബോർഷൻസ് പല കാരണങ്ങളുണ്ട്. യൂട്രസിലുള്ള ഭിത്തി ഒരു കാരണമാകാം. യൂട്രസിൽ ഭിത്തി ഉണ്ടെങ്കിൽ യൂട്രസിലേക്ക് രൂപപ്പെടുത്തി നമുക്ക് ആ ഭിത്തി ഡിവൈഡ് ചെയ്യാൻ പറ്റും.